ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഓക്കെ, അപ്പം ഈ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഇതിലൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമ്മൾ ഇത്രയും ദിവസം ചെയ്തു വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോലെയല്ല, അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് ചിലപ്പം നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടും തോന്നാം, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സപ്ലൈ അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ്. അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് ഏതാണ്? അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്ക്രൈബിങ് നൗൺ. ഓക്കെ, എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് നൗൺ ഈസ് കോൾഡ് എൻ അഡ്ജക്റ്റീവ്. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലോണ്ട് എന്താണ്, നമ്മൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ്റെ വേർഡ് കൊണ്ടാണ് ഈ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എന്താണ്, ഒരു അഡ്ജക്റ്റീവ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ഹൂസ് റെഡ് കാർ ഇസ് ദിസ്? ഓക്കെ, ഹൂസ് വണ്ടർഫുൾ കാർ ദിസ് ഇസ് ദിസ്. അപ്പം ഇവിടെ എന്താണ്, ഇപ്പോൾ ഇവിടെ നമുക്ക് തോന്നുന്ന ഒരു എന്താണ് വേർഡ്സ് കൊണ്ടാണ് നമ്മൾ ഈ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇതൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ആൻസർ അല്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പം ഹൂസ് റെഡ് കാർ ഇസ് ദിസ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താണ്, ആരുടെ റെഡ് കാറാണ് ഇത്. അപ്പോൾ ഇതിൽ റെഡ് മാത്രമാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഹൂസ് എന്ന് പറയുന്നത് ഈ ഒരു സെൻറ്റൻസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്, കാരണം ക്വസ്റ്റ്യൻ മാർക്കാണ് ലാസ്റ്റ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് മാത്രമാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ്റെ വേർഡ് എന്താണ് ഫേസ്റ്റിൽ ഇട്ടിട്ടുള്ളത്. അഡ്ജക്റ്റീവ് പക്ഷേ ഇവിടെ റെഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഷീ ഈസ് എ വണ്ടർഫുൾ വുമൻ. നല്ലൊരു പെണ്ണുങ്ങളാണ് അവർ. ഓക്കെ, അപ്പോൾ ഷീ ഈസ് എ വണ്ടർഫുൾ വുമൻ എന്നാണ് പറയുന്നത്. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ വുമൻ എന്ന് പറയാം, ഷീ ഈസ് എ ക്രൂവൽ വുമൻ എന്ന് പറയാം, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അഡ്ജക്റ്റീവ് ആയിരിക്കണം എന്ന് മാത്രം. ആ വുമനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡാഷ് ഗ്രേപ്സ് ആർ സ്വീറ്റ്. അപ്പോൾ ഇവിടെ സ്വീറ്റ് ഓൾറെഡി ഒരു അഡ്ജക്റ്റീവ് തന്നിട്ടുണ്ട്. നമ്മളപ്പം എന്ത് വേർഡ് കൊണ്ടാണ് ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക? ദ ഗ്രീൻ ഗ്രേപ്സ് ആർ സ്വീറ്റ്, അല്ലെങ്കിൽ ദ ബ്ലാക്ക് ഗ്രേപ്സ് ആർ സ്വീറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാരണം അവർ ഓൾറെഡി ഒരു അഡ്ജക്റ്റീവ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എന്നാൽ നമ്മൾ കൺഫ്യൂസ് ആയി പോകും. ഓക്കെ, ഇവിടെ എന്താണ് വരിക? അപ്പം ഈ ഒരു ഗ്രേപ്സിൻ്റെ മുമ്പേ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ ആ ഗ്രേപ്സിനെ പറ്റി, ഗ്രീൻ ഗ്രേപ്സ് സ്വീറ്റ് ആണ് എന്ന് പറയുന്ന ആയിരിക്കും കറക്റ്റ്. പിന്നെ എന്താണ്? ദ ഡാഷ് ബോയ് ഇസ് ടോളർ ദൻ വിവേക്. അപ്പം ഇവിടെ എന്താണ്, ബോയ് ടോളർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ബോയിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക? എന്താണ് പറയുക? ദ ഫെയർ ബോയ്, അല്ലെങ്കിൽ ദ ഡാർക്ക് ബോയ്, അല്ലെങ്കിൽ ദ തിൻ ബോയ്, അല്ലെങ്കിൽ ദ ഫസ്റ്റ് ബോയ്. ഓക്കെ, അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഇതൊക്കെ എന്താണ്, അഡ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? യൂസ് അപ്രോപ്രിയേറ്റ് പ്രെപ്പോസിഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് ഗ്രാമറിൽ ചെയ്ത കാര്യങ്ങളാണ്. ഇങ്ങനെയല്ലായിരിക്കും നിങ്ങൾക്ക് എക്സാമിൽ വരിക, കുറച്ചും കൂടി സിമ്പിളായിട്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് പാർട്സ് ഓഫ് സ്പീച്ച് ഡീറ്റെയിൽ അല്ല, പാർട്സ് ഓഫ് സ്പീച്ച് എങ്ങനെ യൂസ് ചെയ്യണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ സിലബസിൽ. ഓക്കെ, അപ്പം പ്രെപ്പോസിഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. ദെർ ഇസ് എ ബ്രിഡ്ജ് ഓൺ ദ ലേക്ക്. ആ ലേക്കിൽ എന്താണ്, ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പം ദെർ ഇസ് എ ബ്രിഡ്ജ് ഓൺ ദ ലേക്ക് ഓർ ദെർ ഇസ് എ ബ്രിഡ്ജ് ഓവർ ദ ലേക്ക്. ഓക്കെ, ഇത് രണ്ടും കറക്റ്റ് ആണ്. ദെർ ഇസ് എ ബ്രിഡ്ജ് ഓൺ ദ ലേക്ക് ഓർ ഓവർ ദ ലേക്ക്. നെക്സ്റ്റ് എന്താണ്? വിസിറ്റ് ഹർ ഡാഷ് ദാറ്റ് സ്റ്റേജ് പെർഫോമൻസ്. Visit her ഓ സോറി, ദിസ് വാസ് എ പ്രെപ്പോസിഷൻ. ഞാൻ അഡ്ജക്റ്റീവ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോറി. വിസിറ്റ് ഹർ ആഫ്റ്റർ ദാറ്റ് സ്റ്റേജ് പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ എന്താണ്? ദർ ഇസ് എ ബ്രിഡ്ജ് ഓൺ ഓർ ഓവർ ദ ലേക്ക്. വിസിറ്റ് ഹർ ആഫ്റ്റർ ദാറ്റ് സ്റ്റേജ് പെർഫോമൻസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഹി കനോട്ട് അഗ്രി വിത്ത് ഓർ ടു മൈ ഐഡിയാസ്. ഹി കനോട്ട് അഗ്രി വിത്ത് ഓർ ടു മൈ ഐഡിയാസ്.
നെക്സ്റ്റ് എന്താണ്? യു ഷുഡ് അപ്ലൈ ഫോർ ദിസ് ജോബ്. ഫോർ ആണ് പ്രെപ്പോസിഷൻ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഡാഷ് കൊടുത്തത് റോങ് ആയിപ്പോയിന്ന്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എന്ത് കൈൻഡ് ഓഫ് നൗൺ ആണിത്? നൗൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് എന്താണ്? എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഇസ് കമ്മിങ് ഡൗൺ ദ ഹിൽ. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് എന്തെങ്കിലും നൗൺസ് ആണെങ്കിൽ, ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ് ആണെങ്കിൽ അതെന്ത് നൗൺ ആയിരിക്കും? അതായിരിക്കും കളക്റ്റീവ് നൗൺ. അതായത് ഒരു കളക്ഷൻ ഓഫ് തിങ്സ്, കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പം അതെന്താവും? കളക്റ്റീവ് നൗൺ. അപ്പം ആ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയുമ്പം ഫ്ലോക്ക് എന്താണ്? കളക്റ്റീവ് നൗൺ ആണ്. നെക്സ്റ്റ് എന്താണ്? ദ പോലീസ്മാൻ ഷോഡ് ഗ്രേറ്റ് ബ്രേവറി. ബ്രേവറി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ക്വാളിറ്റിയാണ്. നമുക്കത് ടച്ചോ ടച്ച് ചെയ്യാനോ കാണാനോ പറ്റില്ല. നമുക്കത് എന്താണ്? ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതെന്താണ്? അങ്ങനത്തെ നൗൺസ് നമ്മൾ എന്താണ് പറയുക? ആബ്സ്ട്രാക്റ്റ് നൗൺസ്. അപ്പോൾ ഫസ്റ്റത്തേതാണ് കളക്റ്റീവ് നൗൺ. സെക്കൻഡ് ഇസ് എന്താണ്? ആബ്സ്ട്രാക്റ്റ് നൗൺ. വാട്ട് ഈസ് ദ തേർഡ് വൺ? കോട്ടയം ഇസ് മൈ ഫേവറേറ്റ് പ്ലേസ്. ഓക്കെ, അപ്പം കോട്ടയം എന്താണ്? എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. അപ്പോൾ കോട്ടയം എന്നുള്ളത് എന്താണ്? ഒരു പേരാണ്. അപ്പം നെയിം ഓഫ് എ പ്ലേസ്, അനിമൽ ഓർ തിങ് എന്നായിരിക്കും, അതായിരിക്കും പ്രോപ്പർ നൗൺ. ഓക്കെ, സോ കോട്ടയം ഇസ് എ പ്രോപ്പർ നൗൺ. ലാസ്റ്റ് വൺ, ഐ നോ ദാറ്റ് മാൻ. മാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഭയങ്കര കോമൺ ആയ ഒരു സംഭവമാണ്. അപ്പം മാൻ എന്തായിരിക്കും? കോമൺ നൗൺ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ 4 ടൈപ്സ് ഓഫ് നൗൺസ് കണ്ടു കഴിഞ്ഞു. കളക്റ്റീവ് നൗൺ, ആബ്സ്ട്രാക്റ്റ് നൗൺ, പ്രോപ്പർ നൗൺ ആൻഡ് കോമൺ നൗൺ. മൂവിങ് ഓൺ. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ വെർബ് ഗോസ് ആണെങ്കിൽ അല്ലെങ്കിൽ വർക്ക്സ്, ഈ എസ് വരുന്ന സംഭവങ്ങളൊക്കെ യൂഷ്വലി എപ്പോഴായിരിക്കും? സിംഗുലർ ആയിട്ടുള്ള, അതായത് ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പോന്ന ഒരു സംഭവം ആകുമ്പം അതിൽ എസ് വേർഷൻ ഓഫ് ദ വേർബ് വരും. അതായത് ഗോസ് ഉണ്ട്, ഗോ ഉണ്ട് എന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ പറയുന്നത് ഷീ ഓഫൻ. അപ്പം ഷീ എന്ന് വരുമ്പോൾ എന്താണ്? ഗോസ് ഫോർ ഷോപ്പിംഗ് എന്നായിരിക്കും. പക്ഷെ അത് ഐ അല്ലെങ്കിൽ യു അല്ലെങ്കിൽ ഏതെങ്കിലും കുറേ ആൾക്കാരാണെങ്കിൽ അതെന്തായിരിക്കും? ഗോ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് ഐ ഓഫൻ എന്ന് പറയുമ്പം ഗോസ് അല്ലായിരിക്കും. ഐ ഓഫൻ ഗോ ഫോർ ഷോപ്പിംഗ് എന്നായിരിക്കും. യു ഓഫൻ ആണെങ്കിൽ യു ഓഫൻ ഗോ ഫോർ ഷോപ്പിംഗ്. അല്ലെങ്കിൽ ദേ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ, പ്ലൂറൽ ആവുമ്പോഴാണ് ദേ എന്ന് വരിക. അപ്പോൾ പ്ലൂറൽ ആവുമ്പോൾ പിന്നെ എന്താണ്? ഗോ ഫോർ ഷോപ്പിംഗ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ എസ് ഫോം അല്ലെങ്കിൽ പ്ലൂറൽ, ഈ ഗോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്ക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എസ് വരുന്നത് അല്ലെങ്കിൽ വാസ് ലിസ്ണിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും? ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ, സിംഗുലർ ആയിട്ടുള്ള ഒരാളെ സ്പെസിഫൈ ചെയ്യുമ്പം അത് ഗോസ് അല്ലെങ്കിൽ വർക്ക്സ്, ഇങ്ങനെ എസ് ഫോം ഓഫ് ദ വേർബ് ആയിരിക്കും. ഓക്കെ, പക്ഷേ അത് ഐ അല്ലെങ്കിൽ യു അല്ലെങ്കിൽ പ്ലൂറലായ സംഭവമാണെങ്കിൽ അതെന്തായിരിക്കും? ഗോ അല്ലെങ്കിൽ വർക്ക് അങ്ങനെയായിരിക്കും. ഓക്കെ, ഇത് പ്ലീസ് നോട്ട് ചെയ്തോ. അപ്പോൾ എന്താണ്? ഷീ ഓഫൻ ഗോസ് ഫോർ ഷോപ്പിംഗ്. മൈ സിസ്റ്റർ വർക്ക്സ് ആസ് എ വെയിട്രസ്. എന്തുകൊണ്ടാണത്? കാരണം മൈ സിസ്റ്റർ എന്ന് പറയുമ്പം ഒരാളാണ്, സിംഗുലർ ആണ്. പക്ഷെ ഐ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഐ വാസ് ലിസ്ണിംഗ് ടു എ ഗ്രേറ്റ് റേഡിയോ ഷോ. ഓക്കെ, ഐ വാസ് ലിസ്ണിംഗ്. യു ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ വാസ് ആൻഡ് വേർ വരുമ്പോൾ എന്താണ്? ഐ ആണെങ്കിൽ വാസ് ആയിരിക്കും, ഹീ ഷീ ഇറ്റ് ആണെങ്കിൽ വാസ് ആയിരിക്കും. പക്ഷേ യു ആണെങ്കിലും പിന്നെ പ്ലൂറൽ ആണെങ്കിലും അതെന്തായിരിക്കും? വേർ എന്നായിരിക്കും. അപ്പം യു ആൻഡ് പ്ലൂറൽ ഈ ഒരു സെക്ഷനിൽ മാത്രം ഒന്നിക്കും. അതായത് വാസ് ആൻഡ് വേറിൻ്റെ സെക്ഷനിൽ മാത്രം എന്തായിരിക്കും? യു ആൻഡ് പ്ലൂറൽ ആയിരിക്കും വേർ എന്ന് വരിക. ഐ ഹീ ഷീ ഇറ്റ് എന്ന് പറയുമ്പോൾ അത് വാസ് എന്നാണ് വരിക. അപ്പോൾ ഇവിടെ എന്താണ്? ഐ വാസ് ലിസ്ണിംഗ് ടു എ ഗ്രേറ്റ് റേഡിയോ ഷോ. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പം എന്താണ്? പാർട്ട് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ദർ ആർ സം ബുക്സ് ഓൺ ദ ടേബിൾ. ബുക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നൗൺ. വാവ് വാട്ട് എ ലവ്ലി സീൻ.
അപ്പം ഈ വാവ് എന്താണ് യൂഷ്വലി ഒരു എന്താണ് ഒരു നൗൺ തന്നെയായിരിക്കും വാവ് എന്ന് പറയുമ്പോഴും. നെക്സ്റ്റ് എന്താണ് വിവേക് ആൻഡ് ബാലു ആർ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ആൻഡ് എന്ന് പറയുമ്പം കൺജങ്ഷൻ ആണ്. നെക്സ്റ്റ് എന്താണ് ഓൾദോ ഹി വർക്ക്ഡ് ഹാർഡ് ഹി ഫെയിൽഡ്. ഓൾദോ എന്ന് പറയുന്നതും കൺജങ്ഷൻ ആണ്. ഷീ ഈസ് വെരി ട്രസ്റ്റ് വർതി. വെരി ഇവിടെ എന്താണ് ആഡ്വേർബ് ആണ്. ഓക്കെ, വെരി ഈസ് എൻ ആഡ്വേർബ് ഹിയർ. നെക്സ്റ്റ് എന്താണ് ഐ വെൻറ്റ് ടു ദ സ്ട്രീറ്റ്. അപ്പം ഇതെന്താണ് പ്രെപ്പോസിഷൻ ആണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് എന്താ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും വരില്ല. ഓക്കെ, പ്രൊവൈഡ് ദ അപ്രോപ്രിയേറ്റ് ടാഗ്. ഓക്കെ, ലെറ്റ് us ഗോ ടു ദ സിനിമ. അപ്പോൾ ഇവിടെ എന്താണ് കോമ തന്നിട്ടുണ്ട്, ഇത് ഫിൽ ചെയ്യണം. ഇതെന്താണ് ലെറ്റ് us ഗോ ടു ദ സിനിമ. ഷാൽ വി? കിം റൈറ്റ്സ് ഡസ് ഷീ നോട്ട്? Nobody is playing. Nobody is playing. Are they? Okay. Next എന്താണ് fill up by using the correct form of be. അപ്പം be എന്ന് നമ്മൾ യൂസ് ചെയ്യണം. അപ്പം she a ഡോക്ടറിൻ്റെ മുമ്പിൽ എന്തായിരിക്കും is. Is she a doctor? അപ്പം ഫോം ഓഫ് be. beൻ്റെ ഫോംസ് എന്തൊക്കെയാണ്? ഫോംസ് ആണ് is, are, am, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബീൻ്റെ ഫോംസ്. അപ്പം is she a doctor? I am reading a book. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്താണ് essay on any of one of the following. essay നിങ്ങൾക്ക് ഒരിക്കലും വരില്ല. നിങ്ങൾക്ക് വരുന്നത് എന്തായിരിക്കും പാരഗ്രാഫ് ആയിരിക്കും, essay അല്ല. ഓക്കെ, റോൾ മോഡൽ ഇൻ യുവർ ലൈഫ്, ടെലിഫോണിക് കോൺവെർസേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ മോസ്റ്റ്ലി വരില്ല. ഇത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പഴയ സിലബസ് ആണ്. നമുക്ക് ഗ്രാമറിൽ മാത്രം ഇത് നോക്കിയാൽ മതി, ബാക്കിയൊന്നും അങ്ങനെ ഇതേപോലെ വരണം എന്നില്ല. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സിലബസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഫിൽ അപ്പ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഗിവൻ ഇൻ ബ്രാക്കറ്റ്സ്. അപ്പോൾ എന്താണ് ദ മജിഷ്യൻ വേവ്ഡ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ദ കാർഡ്സ് വാനിഷ്ഡ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വേർഡ്സ് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഓപ്ഷൻസ് കിട്ടുമ്പം ഓപ്ഷൻസ് എഴുതി വെക്കുക, അതിൻ്റെ മീനിങ്, അതിൻ്റെ സിനോണിം ആൻഡ് അതിൻ്റെ ആൻറ്റോണിമും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണപ്പം നെക്സ്റ്റ് എന്താണപ്പം ദ മജിഷ്യൻ വേവ്ഡ് ഹിസ് ഹാൻഡ് എ വാണ്ട് ആൻഡ് ദ കാർഡ്സ് വാനിഷ്ഡ്, അതായത് അദൃശ്യപ്പെട്ടു. ദ പോലീസ് പോയിൻറ്റഡ് ദ മസിൽ ഓഫ് ദ ഗൺ അറ്റ് ദ തീഫ്. ഈ ഒരു ഗണ്ണിൻ്റെ മസിൽ എന്നുള്ള ഒരു ഫോം നമ്മൾ ആദ്യവും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. മസിൽ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടേം. ഓക്കെ, ഗോൾഡ് ഈസ് അസെയ്ഡ് ബൈ ദ ജ്വല്ലേഴ്സ്. അസെയ്ഡ് എന്ന് പറയുമ്പോൾ കളക്ട് ചെയ്ത് വെക്കും. ജ്വല്ലേഴ്സ് എന്താണ് ചെയ്യുക? കളക്ട് ചെയ്ത് വെക്കും ജ്വല്ലറി. അപ്പം ജ്വല്ലേഴ്സ് അപ്പം എന്ത് ചെയ്യും? ജൂൾസ് കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അസെയ്ഡിൻ്റെ മീനിങ് എന്താണ്? കളക്ട്. ഗാന്ധിജി ഈസ് ദ എപ്പിറ്റമി ഓഫ് നോൺ വയലൻസ്. എപ്പിറ്റമി നമ്മൾ കണ്ടിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളൊരു വേർഡാണ് എപ്പിറ്റമി. എപ്പിറ്റമീൻ്റെ മീനിങ് എന്താണ്? ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സംതിങ്. അപ്പം ഗാന്ധിജി എന്താണ്? ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഓഫ് നോൺ വയലൻസ്. അഹിംസേൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഗാന്ധിജി. അപ്പോൾ എപ്പിറ്റമി എന്നുള്ള വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഡൽഹി ഈസ് നൊട്ടോറിയസ് ഫോർ ഇറ്റ്സ് പൊല്യൂട്ടഡ് എയർ. നൊട്ടോറിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫേമസ് ഫോർ ദ റോങ് റീസൺസ്. മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഫേമസ് ആയ കാര്യത്തിനെയാണ് നമ്മൾ നൊട്ടോറിയസ് എന്ന് പറയാം. അപ്പോൾ ഡൽഹി എന്താണ്? ഡൽഹി ഭയങ്കര ഫേമസ് ആണ് പൊല്യൂട്ടഡ് എയറിന് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഡൽഹി എന്താണ്? നൊട്ടോറിയസ് ആണ് പൊല്യൂട്ടഡ് എയറിന് വേണ്ടി. Okay, read the following sentences and find out the meaning of the words in bold letters from the context. അപ്പോൾ എന്താണത്? most people feared the king because his punishments were severe. അപ്പം ആ കിങ്ങിനെ എല്ലാവർക്കും പേടിയായിരുന്നു, കാരണം അയാളുടെ പണിഷ്മെൻറ്റ്സ്, അയാളുടെ ശിക്ഷകൾ എന്താണ്? ഭയങ്കര സിവിയർ ആയിരുന്നു. സിവിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹാർഷ്. കാരണം ഫനി ആവില്ല, സിമ്പിൾ ആവില്ല. സോ ഇറ്റ് വാസ് ഹാർഷ്.
We can still reach the movie on time if we make haste. അപ്പോൾ എന്താണ്? ഫാസ്റ്റ് ഇസ് ദ ആൻസർ. വി ക്യാൻ സ്റ്റിൽ റീച്ച് ദ മൂവി ഓൺ ടൈം ഇഫ് വി മേക്ക് അല്ലെങ്കിൽ ഇഫ് വി ഗോ ഫാസ്റ്റ്. അപ്പോൾ ഫാസ്റ്റ് എന്നാണ് ആൻസർ. ബെൻ ബിക്കെയിം വിയറി ആഫ്റ്റർ സ്റ്റഡിങ് കണ്ടിന്യൂസ്ലി ഫോർ 12 hours. ബെൻ വളരെ ടയേർഡായി. ടയേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ, ടയേർഡ് ഇസ് ദ വേർഡ് ഗിവൻ ഹിയർ. ഓക്കെ, സോ വിയറിൻ്റെ സിനോണിം അല്ലെങ്കിൽ സെയിം മീനിങ് എന്താണ്? ടയേർഡാണ്. I became a vegetarian when I understood the dreadful treatment farm animals receive. അപ്പോൾ എന്താണ്? ഫാം ആനിമൽസിന് എത്ര മോശം ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടുന്നതെന്ന് കേട്ടപ്പോഴത്തേക്ക് അല്ലെങ്കിൽ കണ്ടപ്പോഴത്തേക്ക് എന്താണ്? എന്താണ്? ഫാം ആനിമൽസ് എന്തായി? വെജിറ്റേറിയൻ ആയി. എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് അവർക്ക് കിട്ടുന്നത്? ഫിയർഫുൾ ട്രീറ്റ്മെൻറ്റ്. ഇറ്റ് കാൻ ബി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ് കാൻ ബി കെയർഫുൾ. സോ ഇറ്റ് ഇസ് ദ ട്രീറ്റ്മെൻറ്റ് ഇസ് ഫിയർഫുൾ. ഓക്കെ, moving on. Correct the errors in collocation and rewrite the sentences. Collocation നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്, എക്സെപ്റ്റ് ഫോർ ദ വൺ വി ഡിഡ് ജസ്റ്റ് ബിഫോർ ദിസ് വൺ. നെക്സ്റ്റ് എന്താണ്? The Prime Minister made a visit to the President. It will made എന്ന് പറയുന്നത് റോങ് ആണ്. ഇറ്റ് വിൽ ബി പെയ്ഡ് എ വിസിറ്റ്. നമ്മൾ വിസിറ്റ് പേ ആണ് ചെയ്യുക, നമ്മൾ മേക്ക് അല്ല ചെയ്യുക. The grandmother spoke a story to the child. നമ്മൾ സ്റ്റോറി ഒരിക്കലും സ്പീക്ക് അല്ല ചെയ്യുക, നമ്മൾ ടെൽ ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? The grandmother told a story to the child. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് എ സിനോണിം ഓഫ് ദ ബോൾഡ് ലെറ്റേർഡ് വേർഡ് ഇൻ ദ സെൻറ്റൻസ്. അപ്പം സിനോണിം എന്ന് പറയുമ്പോൾ എന്താണ്? സിമിലർ ലെറ്റർ. ബെഞ്ചമിൻ ഇസ് ബ്രില്യൻറ്റ് ഇൻ മാത്സ്. ബ്രില്യൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയുക? ബ്രില്യൻ്റെ സ്ഥാനത്ത് നമുക്ക് സ്റ്റോൾ വാട്ട് എന്നും പറയാം. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് ദ ആൻറ്റണിം ഓഫ് ദ ബോൾഡ് ലെറ്റേർഡ് വേർഡ് ഇൻ ദ സെൻറ്റൻസ്. അപ്പം ആൻറ്റണിം എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ്. ഷഫീഖ് തിങ്സ് ദറ്റ് ദിസ് ഇസ് എ കോംപ്ലെക്സ് പ്രോബ്ലം. കോംപ്ലെക്സിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സിമ്പിൾ. അപ്പോൾ ഇവിടെ ആൻറ്റണിം എന്തായിരിക്കും? സിമ്പിൾ. നെക്സ്റ്റ് എന്താണ്? റീറൈറ്റ് ദ പാസേജ് correcting the errors given in bold letters. ബോൾഡ് ലെറ്റേഴ്സിൽ തന്നെ ആ എന്താണ് വേർഡ്സ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കറക്റ്റ് ചെയ്യണം അതിൻ്റെ എറേഴ്സ്. The mother took a child to the hospital though it was sick. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? a child. ഏതെങ്കിലും കുട്ടീനെ അല്ലല്ലോ. ദ മദർ എന്ന് പറയുമ്പം ആ അമ്മ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്പെസിഫിക് അമ്മേനെയാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സ്പെസിഫിക് അമ്മ എന്ന് പോയിന്റ് ചെയ്യുമ്പം അവർ ഏതെങ്കിലും കുട്ടീനെ അല്ലല്ലോ കൊണ്ടുപോവുക ഹോസ്പിറ്റലിൽ, അവരെ കുട്ടീനെയല്ല കൊണ്ടുപോവുക. അപ്പം എന്തായിരിക്കും? ദ മദർ ടുക്ക് ദ ചൈൽഡ് ടു ദ ഹോസ്പിറ്റൽ ആൻഡ് നോട്ട് ദോ ഇറ്റ് വാസ് സിക്ക്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്താണ്? സിക്കായിരുന്നു എന്നാലും കൊണ്ടുപോയി എന്നല്ല, സിക്കായിരുന്നു അതുകൊണ്ട് കൊണ്ടുപോയി എന്നാണ്. അപ്പം എന്താണ്? ദ മദർ ടുക്ക് ദ ചൈൽഡ് ടു ദ ഹോസ്പിറ്റൽ ആസ് ഇറ്റ് വാസ് സിക്ക് അല്ലെങ്കിൽ ബിക്കോസ് ഇറ്റ് വാസ് സിക്ക്. ആഫ്റ്റർ ടേക്കിംഗ് മെഡിസിൻസ് ദർ വാസ് മച്ച് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, ദർ വാസ് മച്ച് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ എ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. നെക്സ്റ്റ് എന്താണ്? ദ മദർ ടോൾഡ് ദ ഡോക്ടർ ദറ്റ് ഹീ വാസ് ദ ബെറ്റർ എന്നല്ല. ബെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുമായിട്ട് വേറൊരാളെ കമ്പയർ ചെയ്യുമ്പം, താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ബെറ്റർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. എല്ലാവരെക്കാട്ടും നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്യുക? ബെസ്റ്റ്. അപ്പോൾ ഹോൾ വേൾഡിലെ ഏറ്റവും നല്ല ഡോക്ടറാണെങ്കിൽ അയാൾ എന്താണ് നമ്മൾ പറയുക? ബെസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, മൂവിങ് ഓൺ. മോഹൻലാൽ ഇസ് എ പോപ്പുലർ ആക്ടർ ഇൻ മലയാളം. പോളിസ്റ്റർ അല്ല, പോപ്പുലർ. ഓക്കെ, ഹീ ഈസ് നോൺ ഫോർ ഹിസ് എലിഗൻറ്റ് സ്റ്റൈൽ ഇൻ പോർട്രേയിങ് ക്യാരക്ടേഴ്സ്. എലിഗൻറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഗ്നിഫൈഡ്, ഭയങ്കര ക്ലാസി. ഹീ പ്ലേസ് ബോത്ത് ജോവിയൽ ആൻഡ് മജസ്റ്റിക് റോൾസ്. ജേർണൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡയറിനെയാണ് നമ്മൾ ജേർണൽ എന്ന് പറയുക. അപ്പോൾ ജോവിയൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ജോലി ആയിട്ടുള്ള റോൾസിനെയാണ് നമ്മൾ ജോവിയൽ എന്ന് പറയുക. മജസ്റ്റിക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഗ്രാൻഡ്. മജെൻറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കളർ. വിത്ത് ഈക്വൽ ഗ്രേസ്. മോഹൻലാൽ എൻജോയ്സ് എ സ്റ്റഡി ഗ്രോത്ത് ഇൻ ഹിസ് ആക്ടിങ് കരിയർ. അപ്പോൾ ഭയങ്കര സ്റ്റഡി ഒരു ഗ്രോത്ത് ആണ് ആക്ടിങ് കരിയറിൽ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഈ പിക്ചർ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക ഈ പിക്ചർ? ഈ പിക്ചറിൽ എന്താണ് സംഭവിക്കുന്നത്?
ഇതെന്താണ്? ഒരു ലോറിയാണ്. ഓക്കെ, സോ ദർ ഇസ് എ ലോറി മൂവിങ് അലോങ് ദ റോഡ്. A bird is flying in the sky. എന്താണ്? There are lots of trees in the neighborhood and a lot of and there are 3 flowers in the picture. A dog is running in the garden. There is a house with a lot of trees surrounding it. പിന്നെന്താണ്? There are clouds in the sky. പിന്നെന്താണ്? There are 2 men in the lorry. There is a ladder in the lorry. There are 2 tires are visible. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ നിങ്ങൾ പറയേണ്ടത് ഓൺലി 7 to 8 സെൻറ്റൻസസ് ആണ്. 7 to 8 ലൈൻസ് നിങ്ങൾ എഴുതണ്ടു. 60 വേർഡ്സ് പറഞ്ഞാൽ 60 വേർഡ്സേ എഴുതണ്ടു. റീറൈറ്റ് ദ ഫോളോയിങ് പാസേജ് കറക്റ്റിംഗ് ദ എറേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫ്രാങ്ക് ഈസ് സ്റ്റഡിയിങ് ഈവൻ അറ്റ് മിഡ് നൈറ്റ് ബിക്കോസ് ഹി ഹാസ് എൻ എക്സാം ടുമോറോ. ഫിസിക്സ് ഈസ് എ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഫോർ ഹിം. ഈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈസ് എന്ന് പറയുമ്പോൾ സ്റ്റഡിയിങ് എന്നായിരിക്കും, സ്റ്റഡി എന്ന് വരില്ല. ഓക്കെ, ഈ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഹി ഹാസ്, ഹീ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹാസ് ആയിരിക്കും. ഹാവ് എന്നാവില്ല. ഹാവ് എന്ന് ആവുക എപ്പാണ്? ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്ലൂറൽ ആവുമ്പോഴാണ് ഹാവ് എന്നാവുക. ഹീ, ഷീ, ഇറ്റ് ഒക്കെ എന്താണ്? ഹാവ് ആണ്. ഐയും ഹാവ് ആണ്, യുവും ഹാവ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ. ഫിസിക്സ് ഈസ്, ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റാണ്. ഒന്നാവുമ്പോൾ എന്താണ്? ഇസ് ആണ്. ഒന്നിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അത് ആറാണ്. അപ്പോൾ ഫിസിക്സ് ഈസ് എ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഫോർ ഹിം. ദെർഫോർ ഹി നീഡ്സ് ടു സ്പെൻഡ് മോർ ടൈം. നോട്ട് നീഡ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെയും. ഹി അല്ലെങ്കിൽ ഷീ, ഇറ്റ് ഇങ്ങനെ ഒരു ആളുടെ ഒരു സിറ്റുവേഷൻ ആകുമ്പം എസ് ഫോം ഓഫ് ദ വേർബാണ് നമ്മൾ യൂസ് ചെയ്യുക. ഹി നീഡ്സ് ടു സ്പെൻഡ് മോർ ടൈം. ഫ്രാങ്ക് will finish studying in 2 hours. Frank finished studying in 2 hours and went to sleep. Needs to spend. I am sorry, I think there's some mistake in this sentence. In sentence and endor mistake undu. Frank will finish studying in 2 hours and go to sleep എന്നായിരിക്കും. Went to sleep is the wrong form. Okay, went to sleep wrong ആണ്, go to sleep ആയിരിക്കും. ഓക്കെ, given below are 3 notices, write down what they mean. അപ്പം നോട്ടീസസ് ഉണ്ട് ഇവിടെ. സ്പെസിഫിക്കലി ഇവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മീനിങ് മാത്രമാണ് എഴുതേണ്ടത്. യൂസ് അതർ ഡോറിൻ്റെ മീനിങ് എന്താണ്? വേറെ ഡോർ യൂസ് ചെയ്യാം. യൂസ് അതർ ഡോർ മീൻസ് യൂസ് ദ ഡോർ other than the one in which the notice is pasted. ഈ നോട്ടീസ് വെച്ച ഡോർ അല്ലാത്ത വേറെ ഏത് ഡോർ ഉണ്ടോ അത് യൂസ് ചെയ്യ്. സ്വിച്ച് ഓഫ് മൊബൈൽ മീൻസ് mobile phones must be switched off. Pay and park means parking is not free, so you have to pay for parking. Next എന്താണ്? അതേപോലെ തന്നെ 2 points in agreement and disagreement. ഇത് നമ്മൾ എല്ലാത്തിലും കണ്ടിട്ടുണ്ട്. ഇതൊരു ടോപ്പിക് തരും, അതിനെ പറ്റിയിട്ട് 2 നല്ല കാര്യങ്ങൾ 2 മോശം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറയണം. നെക്സ്റ്റ് ആണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ എന്താണ് അവർ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഫോർമാറ്റിലാണ് നിങ്ങളത് വായിച്ചാൽ മതി, എഴുതിയാൽ മതി. റെസ്യൂമേയും അതേപോലെ തന്നെ ടെലിഫോൺ കോൺവെർസേഷൻ, പാരഗ്രാഫ്, പിന്നെന്താണ് ഡയലോഗ്, മെമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ പ്രസൻറ്റേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൻ്റെ ഒക്കെ ഫോർമാറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. താങ്ക് യു.